ഹരേ കൃഷ്ണ. ഹനുമാൻ വാലി കൊണ്ടൊരു കോട്ട നിർമ്മിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. അഹിമഹി രാവണന്മാർ ലങ്കാധിപന് ധൈര്യം കൊടുത്തു. ഈ അവസരത്തിൽ തന്നെ വിഭീഷണൻ ചാരന്മാരിൽ നിന്നും രാവണന്റെ പാതാള യാത്രയെക്കുറിച്ച് അറിയാനിടയായി. ഉടൻ തന്നെ വിഭീഷണൻ ഹനുമാനെ വിളിച്ച് ഇങ്ങനെ അറിയിച്ചു: ഹനുമാൻ, യുദ്ധം തുടങ്ങിയത് മുതൽ രാമലക്ഷ്മണന്മാരെ സഹായിച്ചത് അങ്ങാണ്. പക്ഷേ ഇപ്പോൾ വിഭീഷണൻ അത് പൂർത്തിയാക്കും മുൻപ് തന്നെ ഹനുമാൻ ചോദിച്ചു: എന്താണ് അങ്ങ് നിർത്തിക്കളഞ്ഞത്? പറയൂ വിഭീഷണ, എന്തായാലും പറയൂ. വിഭീഷണൻ പറഞ്ഞു: ഇനി മുതൽ അങ്ങ് കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട്. മായാവിയായ മഹിരാവണൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ അറിയാത്ത മായാവിദ്യകളില്ല. ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു: വിഭീഷണ, അതോർത്ത് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വാനരാദികളെയെല്ലാം ഉടൻ തന്നെ ഞാൻ ഈ കാര്യം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് മറ്റു വാനര വീരന്മാരെ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം നൽകുന്നതിനുമായി ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്തെത്തി. എന്നിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു: സ്വാമി, നിങ്ങൾക്ക് താമസിക്കാനായി ആർക്കും അകത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാനൊരു കോട്ട നിർമ്മിക്കാം. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ചോദിച്ചു: ഇനി അതിനൊക്കെ സമയമുണ്ടോ ഹനുമാൻ? സ്വാമി, സമയത്തെക്കുറിച്ച് ഓർത്തങ്ങ് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ കോട്ടയ്ക്ക് കല്ലും മരവും ഒന്നും വേണ്ട. പിന്നെ എന്താ ആഞ്ജനേയ, അങ്ങ് നിർത്തിക്കളഞ്ഞതെന്താണ്? എന്തായാലും പറഞ്ഞുകൊള്ളൂ. എന്ത് സഹായമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? ശ്രീരാമൻ വീണ്ടും ആരാഞ്ഞു. പ്രഭു, അടിയനുണ്ടാക്കുന്ന കോട്ടയ്ക്ക് മുകളിൽ അങ്ങയുടെ സുദർശന ചക്രം കൂടി സ്ഥാപിക്കണേ. ശരി ഹനുമാൻ. ആഞ്ജനേയൻ ഉടൻ തന്നെ സ്വന്തം വാൽ നീട്ടാൻ തുടങ്ങി. അത് നീണ്ടു നീണ്ട് ആകാശത്തോളം എത്തിയപ്പോൾ ഹനുമാൻ സുഗ്രീവനോടായി പറഞ്ഞു: സുഗ്രീവ, അങ്ങ് ഈ പാറയിലിരുന്നു കൊണ്ട് ശ്രീരാമസ്വാമിയെ മടിയിലിരുത്തിയാലും, അങ്ങതാ താങ്കൾ ലക്ഷ്മണസ്വാമിയെ മടിയിലിരുത്തിയാലും ശരി ഹനുമാൻ. ഇരുവരും സമ്മതം മൂളി. അങ്ങനെ ശ്രീരാമൻ സുഗ്രീവൻ്റെ മടിയിലും ലക്ഷ്മണൻ അംഗദൻ്റെ മടിയിലുമിരുന്നു. ഇനി നമ്മുടെ സൈന്യം ഇവർക്ക് ചുറ്റും കാവലിരിക്കട്ടെ, ആഞ്ജനേയൻ ആജ്ഞാപിച്ചു. ഒട്ടും വൈകാതെ വാനര സൈന്യം രാമലക്ഷ്മണന്മാർക്ക് ചുറ്റും നിരന്നു. ഇനി വാലി കൊണ്ടൊരു കോട്ട ഉണ്ടാക്കണം. അത് നിശ്ചയിച്ചുകൊണ്ട് ഹനുമാൻ ഉത്തരക്ഷണത്തിൽ ഗോപുരാകൃതിയിൽ ഒരു വൻകോട്ട നിർമ്മിച്ചു. ഹരേ കൃഷ്ണ. ഈ കഥയുടെ ബാക്കി അടുത്ത ഭാഗം.